ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നതൊക്കെ. വളരെ മോശമായ രീതിയിൽ ചാണകവും മലമൂത്ര വിസർജ്യമൊക്കെ ഒക്കെ കൊണ്ടിട്ടാണ് ഒരു പറ്റം CPM മെമ്പർമാർ ഭരണസമിതി യോഗത്തിലേക്ക് കടന്നു വന്നത്. അവർ കടന്നു വരുന്നതോടെ കുപ്പി കൊണ്ടെറിഞ്ഞു. അതുപോലെ ഈ മലമൂത്ര വിസർജനം ചാണകമടക്കമുള്ള സാധനങ്ങൾ കൊണ്ടെറിഞ്ഞു. അത് ഞങ്ങൾ സഹമെമ്പർ ലിബിനെ അവരടിച്ചു. ലിബിൻ്റെ മുഖത്തൊക്കെ അടിച്ചിട്ടുണ്ട്, അത് കണ്ടാലറിയാം. അപ്പോൾ ഈ രീതിയിലുള്ളൊരു വളരെ മോശമായൊരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഭരണാധികാരിയായ വീഡിയോ യാതൊരു മര്യാദയില്ലാത്ത രീതിയിലാണ് ആ ഒരു യോഗത്തിൽ ഞങ്ങളോട് സമീപിച്ചത്. അത് വളരെ ഒരു മോശമായ കാര്യം. അതുപോലെ തന്നെ പോലീസ്, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാനുണ്ടായിരുന്ന പോലീസും വളരെ മോശമായിട്ടാണ്. ഞങ്ങൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു പ്രൊട്ടക്ഷൻ പോലും തരാൻ ഞങ്ങൾക്ക് തയ്യാറായിട്ടില്ല. വളരെ മോശമായ രീതിയിൽ വ്യക്തിഹത്യ മാത്രമാണ് അവിടെ ആ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നടന്നത്. അല്ലാതെ അവിടുത്തെ ഒരു ഭരണത്തിൻ്റെ പരാജയം അവരെ മറച്ചു വെക്കാനായിട്ട് നിലവിലുള്ള അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ പങ്കെടുത്ത മെമ്പറെ വളരെ മോശമായ രീതിയിൽ വ്യക്തിഹത്യ നടത്തുകയാണ് ഉണ്ടായത്. സ്ത്രീകൾക്ക് നേരെ എല്ലാവർക്കും നേരെ ഉപദ്രവമുണ്ടായിട്ടുണ്ട്. എന്താ സംഭവിച്ചത്? വളരെ മോശമായ രീതിയിലാണ് ഇന്ന് അവിശ്വാസ ചർച്ച നടത്തുന്നതിന് വേണ്ടി വന്നപ്പോൾ നടത്തിയത്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലാണ് അവിടെ സംഭവങ്ങൾ അരങ്ങേറിയത്. അവിടെ ഒരു 2-3 കൂട് നിറച്ച് മലമൂത്ര വിസർജ്യവും ചാടകവും എന്തൊക്കെയാണെന്ന് അറിയില്ല, ഭയങ്കര രൂക്ഷമായ ഗന്ധം. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഞങ്ങളെ ഒഴുകുകയും അതിനോടൊപ്പം ഈ 6 പുരുഷ മെമ്പർമാരും സ്ത്രീകളും കൂടെ ഇങ്ങനെ നമ്മളെ മേശ ചവിട്ടി കടന്ന് ചാടി വരികയും ഞങ്ങളുടെ 2-3 മെമ്പർമാരെ അടിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ 2 വനിതാ മെമ്പർമാരെ കുപ്പികൊണ്ടെറിയുകയും ഞങ്ങളെ രൂക്ഷമായിട്ട് ആക്രമിക്കാൻ വന്നു. അപ്പം ഞങ്ങളെല്ലാവരോടും കൂടി നിന്ന് ഇങ്ങനെ ചെറുത്ത് നിന്നെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര രീതിയിൽ ഞങ്ങൾക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടിയില്ല. കാരണം അതുപോലെ തന്നെ അവർ വിളിച്ച തെറിക്ക് എങ്ങനെ എനിക്ക് പറയാൻ പോലും വയ്യ, അത്ര മോശമായ രീതിയിലാണ് അവർ പ്രതികരിച്ചത്. അപ്പം ഞങ്ങൾ ആകെ അതുപോലെ BDOയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൊട്ടക്ഷനും ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചു, BDO ഇങ്ങനെ നിന്നും എല്ലാം ഊറിച്ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം ഇവരെല്ലാം വെറും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതാണ് അവിടെ നടന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളോട് വളരെ മോശമായ രീതിയിൽ തന്നെയാണ്. ഒരിക്കലും ഞാൻ 25 വർഷമായി ഒരു ജനപ്രതിനിധിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് ഇപ്പോൾ. കാരണം പഞ്ചായത്തിൽ വളരെ മോശമായ രീതിയിലാണ് ഭരണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊടുത്തത്. ഇതുപോലെ 1-2 വർഷം മുമ്പ് ഞാൻ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, വത്സമ്മ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ പ്രസിഡൻ്റായിരുന്നു. ഞങ്ങൾ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് UDFൻ്റെ 10 പേരും LDFൻ്റെ 10 മെമ്പേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞറുക്കെടുപ്പിലൂടെ ഞാൻ പ്രസിഡൻറ്റും അതുപോലെ UDFൻ്റെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും കിട്ടി. അങ്ങനെ 1.5 വർഷക്കാലം വളരെ നല്ല രീതിയിലുള്ളൊരു ഭരണമായിട്ട് മുന്നോട്ട് പോയപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മെമ്പറെ അവർ ചാക്കിട്ട് പിടിച്ച് കൊണ്ടുപോയി അവർ ഞങ്ങൾക്കെതിരെ അവിശ്വാസ പ്രമേയം നടത്തി അവരുടേതാക്കി മാറ്റി. അങ്ങനെ 1 വർഷക്കാലം ആ മെമ്പറെ കൂടെ കൊണ്ട് നടക്കുകയും ആ മെമ്പറെ തന്നെ അവർ 1 വർഷം തികയുന്നതിന് മുമ്പ് അവർ മാറ്റിയിട്ട് അവർക്ക് താല്പര്യമുള്ള LDFൻ്റെ ഉറച്ച ഒരു ആളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇതേപോലെ ഈ മുസ്ലിം നമ്മളെ നോമ്പ് സമയത്ത് തന്നെയാണ് അവിശ്വാസ പ്രമേയ ഇത് കൊണ്ടുവന്ന് എന്നെ പുറത്താക്കിയതും അതുപോലെ ആ മുൻ പ്രസിഡന്റിനെ പുറത്താക്കിയതും ഇപ്പം 3ാമത്തെ പ്രസിഡന്റാണ്. ഇവരെ ഇതുപോലെ വന്ന് ഇതേ മാസം തന്നെ ആണിത് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദൈവത്തിൻ്റെ ഒരു കളിയാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അനീതി മുഖാന്തരം ഒരിക്കലും ഒരാൾക്കും ഇത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആര് ചെയ്താലും അത് ദൈവം അത് കാണുന്നുണ്ടെന്നുള്ളതിൻ്റെ ഉത്തമ ഇല്ല. ചില നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. കാരണം മർദ്ദനത്തിനൊക്കെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും. ST മെമ്പർ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുപ്പി കൊണ്ടെറിഞ്ഞിട്ടാണ് ഞങ്ങൾ വനിതാ മെമ്പർമാരെ കുപ്പി കൊണ്ടെറിഞ്ഞിട്ടുണ്ട്. ഇവർ പോലീസുകാർ അവിടെ നിന്ന സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു, ഇതേപോലെ മോശമായിട്ട് നമ്മളോട് പെരുമാറാൻ സാധ്യതയുണ്ട്, നമ്മൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, ഞങ്ങൾക്ക് ഹൈക്കോടതിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതാണ് എന്നൊക്കെ പല പ്രാവശ്യം പോലീസുകാരോട് പറഞ്ഞിട്ടും അവർ വളരെ ലാഘവത്തോടെയാണ് അവർ മർദ്ദിക്കുന്നത് നോക്കുന്നത്. ഒരു 3-4 മെമ്പർമാർ ഞങ്ങളെല്ലാവരെയും വട്ടം ചേർന്ന് മർദ്ദിച്ചു. ഞങ്ങളുടെ കൂടെ വന്ന മെമ്പറെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്ന സമയത്ത് ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത് 2-3 മെമ്പർമാരെ ടാർഗറ്റ് ചെയ്ത് അവരെ ആക്രമിക്കരുത്. പോലീസുകാർ വളരെ
ലാഘവത്തോടെ ഞാൻ കൈകാര്യം ചെയ്തത്. അത് കണ്ടുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാതെ ഒരു ഇടപെടലും അവിടെ നടത്താതെ ചിരിച്ചുകൊണ്ട് ഒരു തമാശ കാണുന്ന രീതിയിൽ അയാൾ അത് കൈകാര്യം ചെയ്തു. അയാൾക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാവണം. ഈ കണ്ടുവന്ന പോലീസുകാർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാവണം. അതുപോലെ തന്നെ ഇതിനെതിരെ ഞങ്ങൾ ഹൈക്കോടതിയിൽ സമീപിക്കും. ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ മെമ്പർമാർക്കെതിരെയും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊട്ടക്ഷൻ ഏൽപ്പിച്ച പോലീസുകാർ കണ്ടുവന്ന പോലീസുകാരുടെ അവരുടെ അനാസ്ഥയ്ക്കെതിരെയും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയുന്നു. എൻ്റെ പേര് ലിബിൻ. ഞാൻ എരുമമുണ്ട വാർഡ് മെമ്പറാണ്. ലിബിൻ ബൈജു. ഇത്ര ഏത് പാടാ? 4-ാം വാർഡ് നല്ലതണ്ണി. ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ കണ്ടതാണ്. പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അക്രമമാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ജനാധിപത്യ രീതിയിൽ ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ സ്ഥിരമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്ഥിരമായ ശത്രുവോ സ്ഥിരമായ മിത്രമോ അല്ല. രാഷ്ട്രീയ പ്രഹേളികയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട് മാറും, ആളുകൾ മാറും. അത്രേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം സെക്രട്ടറിയാണ് വൈസ് പ്രസിഡൻ്റായി ഇപ്പോൾ UDF അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ള നുസൈബ. ആ വോട്ട് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ആ അവകാശമാണ്. പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കണ്ട സഹോദരിമാരുടെ മേലിലും ഈ പറയുന്ന മെമ്പർമാരുടെ മേലിലും ഈ തളിച്ചിട്ടുള്ള ചാണകം, ഈ ചാണകം കൊണ്ട് ആരാ കളിച്ചിരുന്നത് വരെ? ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയ BJP ചാണകവും മൂത്രവും, പശുവിൻ ചാണകവും പശുവിൻ മൂത്രവും വെച്ചിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയത്. അതേ RSSൻ്റെയും BJPയുടെയും ഒപ്പത്തിനൊപ്പം നടക്കുകയാണ് ഈ പറയുന്ന പിണറായിയും CPM-ഉം. അതിൻ്റെ കൂടി തെളിവാണ്. കാരണം ചാണകത്തെക്കുറിച്ച് നമ്മളാരും ഓർക്കാറില്ല. അപ്പോൾ ചാണകം സഞ്ചിയിലാക്കി നടക്കുന്ന എന്താ പറയുക RSSൻ്റെ നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ ആ RSSൻ്റെ മാനസികാവസ്ഥയോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമായിട്ട് ഈ എന്താ പറയുക നമ്മൾ കാണേണ്ട ഒരു അക്രമ രീതി കൂടിയാണിത്. മർദ്ദനമായിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ ഈ നുസൈബ സുധീറിൻ്റെ ഭർത്താവ്, ഞാൻ പറഞ്ഞ തൃണമൂലിൻ്റെ ഭാരവാഹി സുധീറും ഞാനും ഈ പറയുന്ന തൃണമൂലിൻ്റെ 2 ഭാരവാഹികളും ആ ഹോട്ടലിൽ ഹോട്ടലിൽ പറയാം ചായപ്പടിയിൽ ചായ പിടിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഒരു സഖാവിടെ കയറി വന്നു. സുധീറിനെ കണ്ട് നിന്നെ കാണിച്ചിരടാ എന്ന് പറഞ്ഞു പോയി. പിന്നെ ഇവരെല്ലാം കൂടെ കൂട്ടമായിട്ട് സുധീറിൻ്റെ നേരത്തേക്കാണ് വന്നത്. അപ്പോഴേക്കും UDF പ്രവർത്തകരും തൃണമൂലിൻ്റെ പ്രവർത്തകരും കൂടി അവിടെ തടയുകയാണ് ഉണ്ടായത്. ഈ ഭരണമാറ്റം മാത്രമല്ല, ഇതിപ്പോൾ ഒരു എന്താ പറയുക ഒരു പഞ്ചായത്ത് ബോർഡിൻ്റെ മാറ്റമാണ്. നിങ്ങളിതിൽ കാണേണ്ട തിരഞ്ഞെടുപ്പ് കേരളയിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. 62 വോട്ടിനായിരുന്നു അവിടെ UDF സ്ഥാനാർത്ഥി ജയിച്ചിരുന്നത്. എത്ര വോട്ടിനാണ്? 397 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത് 303 വോട്ടാണ്. അപ്പോൾ UDF ഭൂരിപക്ഷത്തിൽ നിന്നും 100 വോട്ട് കുറവിലാണ്. അതാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ മാറ്റം. ഇത് കെട്ടിവെച്ച കാശ് കിട്ടുമെന്നറിയില്ല. ഇത് നിലമ്പൂരിലെ മാത്രമല്ല, ഈ പറയുന്ന കേരളത്തിലെയും പ്രത്യേകിച്ച് മലബാറിൻ്റെയും ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം, അതിൻ്റെ ചൂണ്ടുപലകയാണ് ഇന്ന് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും. അല്ല, തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ട്, സ്വാഭാവികമല്ലേ. നമ്മളിപ്പോൾ പോരാടുന്നത് UDF ആണല്ലോ ഇവിടെ ഈ പിണറായിസത്തിനെതിരെ പോരാട്ടം നയിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വ്യക്തി മാത്രമാണ്. ഇപ്പോൾ ഒരു ചെറിയ പ്രസ്ഥാനവും ആ നിലക്ക് അവർ സ്വാഗതം ചെയ്യുമ്പോൾ സന്തോഷകരമാണ്. ഇതിൽ തർക്കമൊന്നുമില്ല. കോട്ടയത്ത് നാളെ വാർത്താ സമ്മേളനം വിളിക്കാൻ കാരണം കോട്ടയത്തിലെ പ്രമുഖരായ ചില നേതാക്കന്മാർ തൃണമൂലുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ആ വിഷയങ്ങൾ അവിടെ കോട്ടയത്തിലും ആണ് അതിൽ പ്രാധാന്യമുള്ളത്. അത് നാളെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, അതൊക്കെ നമുക്ക് നോക്കാമെന്നേ. CPM എന്നാണല്ലോ വരുന്നത്. CPM എന്നാണല്ലോ ഇപ്പോൾ ഇന്ന് പറഞ്ഞ് 397 വോട്ട് കിട്ടിയത്. അപ്പോൾ ഓരോ സ്ഥലത്തും നടക്കുന്ന CPM വരും. പ്രവർത്തകർ ഒഴുകിക്കൊണ്ടിരിക്കില്ലേ, പ്രത്യക്ഷത്തിൽ എവിടെയും കാണില്ല. ഭയപ്പെടുത്തി നിർത്തുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തത്തിലുള്ള 28 സീറ്റ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന കുടുംബശ്രീയിലെ സ്ത്രീകളെ, അതുപോലെയുള്ള മറ്റു എന്താ പറയുക സഹോദരിമാരെ, അവരൊക്കെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരം എത്ര ദിവസമായി സഹോദരിമാർ 7000 രൂപ അവർക്ക് ഹോണറേറിയം കിട്ടുമ്പോൾ 232 രൂപയാണ്. 232 രൂപ എങ്ങനെ ഒരു കുടുംബം അവിടെ ജീവിക്കും? അതിൽ ഒരു പ്രയാസമില്ല. അത് ഈ സർക്കാരിനെ വെല്ലുവിളിക്കാനുള്ള അനാവശ്യമായ സമരം ആരാ പറയുന്നത്? CITയുടെ വലിയ നേതാക്കന്മാർ. അപ്പുറത്തോ ഈ പറയുന്ന PSC അടക്കമുള്ള ഒരു പണിയുമില്ലാത്ത മെമ്പർമാർക്ക് 2.25 ലക്ഷം ശമ്പളം ഉണ്ടായിരുന്നത് 3.25 ലക്ഷം ശമ്പളം, ചെയർമാന് 4.5 ലക്ഷം ശമ്പളം. ഈ അവസ്ഥ ഇതൊക്കെ ഇവിടുത്തെ സഖാക്കൾ കാണുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ഇത് കാണുന്നുണ്ട്. അവരിതിൽ പ്രതികരിക്കും.
ഇവിടെ UDFൻ്റെ വോട്ടർമാർ മാത്രമല്ല പ്രതികരിക്കാൻ പോകുന്നത്. ഇവിടെ പ്രതികരിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, ഇപ്പോഴും കമ്മ്യൂണിസം ഉൾക്കൊണ്ട് നടക്കുന്ന ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളും തൊഴിലാളികളും അതിശക്തമായിട്ട് ഈ പിണറായി സത്തിനെതിരെ വോട്ട് ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ടാകും. നമ്മളെ കൂടെ വരാൻ നിന്ന പലർക്കും എന്താ പറയുക, ഭീഷണിപ്പെടുത്തിയവരുണ്ട്, ഈ അരികിൽ നിർത്താൻ വേണ്ടിയിട്ട് വലിയ പ്രലോഭനങ്ങൾ കൊടുത്തവരുണ്ട്, ചിലരെയൊക്കെ അക്കമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നിൽക്കുകയാണ്. ഇതിനൊക്കെ മറികടന്നിട്ട് വേണം. ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം അത്ര സുഖകരമാണെന്നും അത്ര എളുപ്പമാണെന്നും ഒന്നുമില്ല. കല്ലും മുള്ളും മൂർക്കം പാമ്പും ഒക്കെ നിറഞ്ഞ വഴികളിലൂടെ തന്നെ വേണം ഞങ്ങൾക്ക് പിണറായി സത്തിനെതിരെ പോരാടി മുന്നോട്ട് പോകാൻ. ആ ധാരണയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയി. VS ജോയും അരിയുടെ ഷൗക്കത്തൊക്കെ അങ്ങയുടെ കൂടെ നിൽക്കുന്നു പറയുമ്പോഴും KP ഷൗക്കത്തിൽ ഇന്ന് അങ്ങയെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത്? ആരാള്? അത് KPCC ഭാരവാഹിയാണ് മലപ്പുറത്ത്. എനിക്കറിയില്ല ആര് പറയാനെ കുറിച്ച്. എനിക്കതിനെ പറ്റി പരിചയമല്ല. നമ്മളെ നാട്ടുകാരനാണോ? അരീക്കോട്ടുകാരനെ. എനിക്കറിയില്ല.